ചുരങ്ങൾ വഴി മാത്രമേ വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കുകൾ തുടർക്കഥയാകുമ്പോൾ തുരങ്കപാതയ്ക്കൊപ്പം ബദൽ പാതകളും ചർച്ചയാവുകയാണ്. വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ ആളുകൾ ആശ്രയിക്കുന്ന പാത എന്ന് പറയുന്നത് താമരശ്ശേരി ചുരമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലും ഗതാഗത കുരുക്കും ആളുകളെ മറ്റൊരു ബദൽ പാതയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. വയനാട് ജില്ലയെ കേരളത്തിലെ മറ്റ് ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം. ചുരത്തിൽ ലോറികളുടെ ടയർ ഒന്ന് പൊട്ടിയാൽ നിന്നുപോയാൽ 4-5 മണിക്കൂറുകൾ കുടുങ്ങി വീടെത്തേണ്ട വയനാട്ടുകാരുടെ നിസ്സഹായാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത്. ഒരിക്കൽ കൂടി വയനാട് ബദൽ പാതകൾ ചർച്ചയാകുമ്പോൾ കക്ഷിരാഷ്ട്രീയമന്യേ എല്ലാവരും പിന്തുണയ്ക്കുന്നു. വയനാടിന്റെ സമഗ്ര വികസനത്തിനും പൂർണ്ണമായ യാത്രാ സൗകര്യത്തിനും ബദൽ പാതകൾ ആവശ്യമാണെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറയുന്നു. വയനാടിന്റെ ബദൽ പാതകൾ യാഥാർത്ഥ്യമാക്കണമെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായവും വ്യത്യാസവും നമുക്കില്ല. യാഥാർത്ഥ്യമാക്കണമെന്ന് തന്നെയാണ് CPIMന്റെ അഭിപ്രായം. തുരങ്കപാത വരുന്നതോടുകൂടി വലിയ രൂപത്തിൽ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നാൽ വയനാടിന്റെ പൂർണ്ണമായ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമഗ്രമായ വികസനത്തിനും മറ്റ് ബദൽ പാതകൾ കൂടെ വരേണ്ടത് തന്നെയാണ്. ചികിത്സയ്ക്കായി കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്ന നിരവധി ജീവനുകളാണ് ചുരത്തിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് നഷ്ടമായത്. തുരങ്കപാത അടക്കം ബദൽ പാതകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ കുറയുമെന്ന് ടി സിദ്ദിഖ് MLA പറയുന്നു. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ 70% വർക്ക് പൂർത്തിയായതാണ്. ആകെ 30% വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അതിന് നിലവിൽ കൂപ്പ് റോഡുണ്ട്. ഒരു 100-150 കോടിയുണ്ടെങ്കിൽ ഈ ബദൽ പാത യാഥാർത്ഥ്യമാകും. ദേശീയപാത 766 കടന്നു പോകുന്ന ഈ ചുരത്തിലൂടെയാണ് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ചരക്ക് വാഹനങ്ങളും ആളുകളും കടന്നുപോകുന്നത്. അതുകൊണ്ട് ഈ പാതയിലെ ഗതാഗത കുരുക്ക് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തെ കൂടിയാണ് ബാധിക്കുന്നത്. നിലവിൽ ചുരത്തിൽ 6, 7, 8 ഹെയർപിൻ വളവുകൾ വീതി കൂട്ടുന്നത് വേഗത്തിലാക്കിയാൽ ചുരത്തിലെ യാത്ര കുറച്ചുകൂടി സുഗമമാകും. ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വയനാട്ടിലെ യാത്രാ ദുരിതത്തിന് കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകണമെങ്കിൽ മറ്റ് ബദൽ പാതകൾ കൂടി ആവശ്യമാണെന്നാണ് വയനാടുകാർ പറയുന്നത്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.